എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെല്ല് മുളച്ചു എന്ന് കാണുന്ന എനിക്ക് നല്ല സങ്കടമുണ്ടല്ലോ. അന്നേരം നയന അനിയോട് ചോദിക്കുന്നുണ്ട്, എനിക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? അത് തുറക്കുന്നതിന് മുമ്പ് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ, ഇപ്പം അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഏട്ടത്തിക്ക് തോന്നുന്നതാ എന്ന് പറയും. നയന അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പുറകെ ഏട്ടത്തിന്ന് വിളിച്ച് അനിയെ അങ്ങോട്ട് പോകും. അതിങ്ങനെ സംശയത്തോട് നോക്കിയിരിക്കുന്ന ജലജയെ അഭിയം കാണിക്കുന്നുണ്ട്. അതിന് പുറകെ ചെല്ലുന്ന ആനി നയനയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ആ നെല്ല് മുളയ്ക്കാൻ വേണ്ടി ഏട്ടത്തി എന്തെങ്കിലും ചെയ്തായിരുന്നോ, സത്യം പറ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പം, അത് ആരോ എന്തോ ചെയ്തിട്ടാണ് ശരിക്കും മുളച്ചതെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ, ഒന്നും ചെയ്തില്ല, ഞാൻ നന്നായിട്ട് ഈശ്വരന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണ് അതങ്ങനെ മുളച്ചു വന്നത് എന്ന് പറയും. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, എനിക്കെന്താ ഒരു സംശയം പോലെ, അത് മുളയ്ക്കില്ല എന്ന് എനിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടായിരുന്നോ, അനി അത് മുളയ്ക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് ചോദിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നയന പറയുന്നുണ്ട്, എനിക്കറിയാം എനിക്ക് ഈ വിവാഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ലെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും ചെയ്തൊന്നുമില്ല, ഈ വിവാഹം ഉടനെ നടക്കരുത് എന്ന് എനിക്ക് ഇത്രയും ആഗ്രഹമുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയും. എന്നാലും എനിക്ക് സംശയം മാറുന്നില്ല. അന്നേരം അനി പറയുന്നുണ്ട്, ഇനിയിപ്പം അത് മുളയ്ക്കാതിരിക്കാൻ വേണ്ടി അപ്പച്ചി എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ എന്നൊക്കെ പറയും. അന്നേരം അനി അവിടെ നടന്ന സംഭവങ്ങൾ ഇങ്ങനെ നയന മനസ്സിലോർക്കും കേട്ടോ. നയനയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ആ നെല്ല് മുളയ്ക്കുമോ എന്നോർത്ത്. അതുകൊണ്ട് തന്നെ തലേദിവസമേ അതിൻ്റെ പൂജാമുറി കയറിയിട്ട് അത് തുറന്നു നോക്കാൻ വേണ്ടി ചെല്ലുവാണ്. അന്നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വര ഞാനത് ഈ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അത് തുറന്നു നോക്കുമ്പോൾ നെല്ല് മുളച്ചിട്ടില്ലായിരുന്നു. അന്നേരം ഈ ഒരു അവസ്ഥ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടമാകും, അതുകൊണ്ട് ഇനി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നീ എൻ്റെ കൂടെ നിൽക്കണേ എന്നിങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ആ നെല്ല് പുറത്തു കൊണ്ട് കളഞ്ഞിട്ട് വേറെ നെല്ല്, മുളച്ച് നിൽക്കുന്ന നെല്ല് അതിൻ്റെ അകത്ത് പയ്യെ നട്ടുവയ്ക്കും. ഇതെല്ലാം കഴിഞ്ഞ് അതുകൊണ്ട് തിരിച്ച് പൂജാമുറി വയ്ക്കും. എന്നിട്ട് ഈശ്വരന്മാരോടായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഈ ചെയ്തത് ഈ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അനിയുടെയും അനാമികയുടെയും വിവാഹം നടക്കണം, അതിൽ യാതൊരു തടസ്സവും ഇല്ലാണ്ട് നീ കൂടെ നിൽക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് നയനെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് ചിന്തിച്ച് നിൽക്കുമ്പം അനി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി ചിന്തിക്കുന്നത്, എന്തോ നടന്ന സംഭവം ആലോചിച്ചെടുക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയും. അന്നേരം അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി അനി എന്തെങ്കിലും ചെയ്തായിരുന്നു അത് മുളയ്ക്കാതിരിക്കാൻ, അനിയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഈശ്വരനാണ് സത്യമെന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഈശ്വരനെ വിളിച്ച് അനിയെ നുണ പറയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കണം, അനാമിക എനിക്ക് ചേരുന്ന പെൺകുട്ടിയാണ്, ഇനി തടസ്സമൊന്നും ഇല്ലാതെ വിവാഹം നടക്കുമെന്ന് ഓർത്ത് മുത്തശ്ശനൊരു സമാധാനം കാണും എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവുകയാണ്. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അനി. ഈ സമയം ജലജയ്ക്ക് ആകെ സങ്കടം. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, എപ്പോഴും പറയാറുണ്ടല്ലോ എൻ്റെ മോൻ പൊട്ടനാണ്, മന്ദബുദ്ധിയാണ് എന്നൊക്കെ, എന്നിട്ട് അമ്മ ഇപ്പോൾ എന്താ ചെയ്തത് എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, എടാ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ സ്പ്രേ അടിച്ചതാണ്, ആ സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ നെല്ല് മുളയ്ക്കേണ്ട കാര്യമില്ല, പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, എന്നിട്ട് എന്താ അമ്മ അടിച്ചതുമല്ലോ മാറിപ്പോയി കാണും, എന്നാ വളർച്ചയായിരുന്നു, ആ നെല്ലിന് ശരിക്കും 4-5 ദിവസത്തെ വളർച്ചയില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ജലജ പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കരുത് എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, കാരണം കോടികൾ ആസ്തിയുള്ള വീട്ടിലെ പെൺകുട്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്, നിൻ്റെയും ആദർശിൻ്റെയും ഭാര്യമാരുടെ അവസ്ഥയല്ല, അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവളെ ഇവിടെ എല്ലാവരും കണ്ണിലുണ്ണിയെ പോലെ സ്നേഹിക്കും, നയനയുടെ അമ്മായിമ്മ പോലും അവളെയായിരിക്കും കൂടുതൽ സ്നേഹിക്കുന്നത്, അവൾ ഈ വീടിനെ അടക്കി ഭരിക്കും, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഈ വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത്, എന്നിട്ട് നടന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് രണ്ടെണ്ണത്തിനും ഭയങ്കര സങ്കടമാട്ടോ. എന്നിട്ട് അന്നേരവും ജലജ കുറ്റം പറയുന്ന അഭിയ, എന്നിട്ട് പറയും, നിന്നെപ്പോലെ ഒരു മന്ദബുദ്ധിയായ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഒരു മോനല്ലേ എനിക്കുള്ളത്, അങ്ങനെയുള്ളപ്പം ഞാൻ എന്ത് ചെയ്താലും വിജയിക്കില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അന്നേരം അഭിയെ 2 ചീത്ത പറഞ്ഞിട്ടാണ് അവിടുന്ന് ജലിച്ചു പോരുന്നത്. പിന്നെ നയനെ കാണിക്കുന്നത്, നയനെ നന്ദു വിളിക്കുക, നന്ദുവിന് നല്ല ടെൻഷനായിട്ട് നെല്ല് മുളച്ച് കാണുമോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം, പൂജകളൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പൂജയെല്ലാം കഴിഞ്ഞു, എല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് പറയുമ്പോഴത്തേക്കും നന്ദു ചോദിക്കുന്നുണ്ട്, അവിടെ ഒരു നെല്ല് വെച്ചിട്ടില്ലായിരുന്നു, അത് മുളച്ചു ചേച്ചി എന്ന് ചോദിക്കും. അന്നേരം പറയും, അത് മുളച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നന്ദുവിന് ആകെ സങ്കടമാണ്. പിന്നെ കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചിട്ട് അച്ഛന് മരുന്നൊക്കെ എടുത്ത് കൊടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ചേച്ചി എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് നന്ദു പെട്ടെന്ന് പറയാം, എന്നാൽ ശരി ചേച്ചി ഞാൻ ഫോം വയ്ക്കുമെന്ന്. അപ്പോൾ നയന് ചോദിക്കും, നീ ഇങ്ങോട്ട് ഫോം വിളിച്ചിട്ട് പെട്ടെന്ന് എന്താ വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് അതുകൊണ്ടായെന്ന് പറഞ്ഞ് ഫോം വയ്ക്കും. അത് കഴിഞ്ഞ് നന്ദു ആകെ വിഷമിച്ച് നിൽക്കുവാണ്.
പിന്നെ കാണിക്കുന്ന ദേവയാനി പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അന്തേക്കും കനക അങ്ങോട്ടേക്ക് ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് വരും. എന്നിട്ട് ചായ കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, കേട്ടോ എൻ്റെ നയനമോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ വീടിന് ഐശ്വര്യം വെച്ചു എന്നാണ് പൂജാരി പറഞ്ഞത്. അവൾ ഈ വീടിൻ്റെ വിളക്കാണ് എന്ന് പറഞ്ഞത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയൊന്നുമല്ല. എൻ്റെ നയനമോളാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു ദിവസം അവളൊന്ന് പണി മുടക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, ഈ വീട് നിശ്ചലമായി പോകും എന്ന് പറയുവാണ്. അന്നേരം അത് ദേവയാനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഓ അങ്ങനെയൊക്കെയാണോ, എന്നാൽ അതൊന്ന് കാണണമല്ലോ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ മോളോട് ഇന്ന് അടുക്കളയിലും കയറണ്ട, പണിയെടുക്കണ്ട എന്ന് പറ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, ഒന്നും കാണാനില്ല. എൻ്റെ മോൾ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം താറുമാറാകും. എൻ്റെ മകൾ വേണം എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാൻ. ആ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ടാണെന്നൊക്കെ ദേവയാനിയോട് പറയുമ്പോൾ, എന്നാൽ നമുക്കൊന്ന് കാണാം എന്ന് പറയും. അതെയും കറക്റ്റ് ആദർശം അങ്ങോട്ട് ഇറങ്ങി വരുവേ. അങ്ങനെ ആദർശ് നയന എൻ്റെ ഫയലിങ് എടുത്തുകൊണ്ട് വന്നേ എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, അതെന്തിനാ നയനോട് പറഞ്ഞത്, ഞാൻ എടുത്തുകൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് കയറി പോവാം. അന്നേരം കയറിപ്പോയി കഴിയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, ആ അമ്മയ്ക്ക് എൻ്റെ ഫയൽ എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ, അത് സാരമില്ല, ഇന്നൊരു ദിവസത്തേക്ക് അമ്മ എടുത്തുകൊണ്ട് വരട്ടെ ഫയൽ അല്ലേ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് കനക പറയുന്നുണ്ട്. ഏതായാലും ദേവയാനി ആദർശിൻ്റെയൊക്കെ റൂമിൽ ചെന്നിട്ട് ഫയൽ എവിടെ വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഷെൽഫിലും അവിടെ ഇവിടെ എല്ലാം ഫയൽ തപ്പുന്നുണ്ട്. എന്നിട്ട് കിട്ടുന്നില്ല. പിന്നെയും അവിടെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് അങ്ങോട്ട് നയന വരുന്നത്. എന്നിട്ട് ചോദിക്കും, അമ്മ എന്താ ഈ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് നിന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറയും. അതേക്കും നയന അപ്പുറത്തിരിക്കുന്ന ഫയലെടുക്കും. വേറൊരു സ്ഥലത്തായിരുന്നു, അവിടുന്ന് ഫയലെടുക്കും. എന്നിട്ട് ആദർശൻ്റെ ഫയലാണ് അമ്മ തപ്പിയത് എങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് വെച്ചിട്ട് ആ ഫയൽ കൊണ്ട് അങ്ങ് പുറത്തേക്ക് പോകും. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കും കേട്ടോ ദേവേനി. അന്നേരം താഴെ കനക ചോദിക്കുന്നുണ്ട്, അമ്മ ഫയലെടുക്കാൻ പോയിട്ട് കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആദർശം പറയും, അതെന്താ അമ്മ എടുക്കാൻ പോയത് എന്ന് എനിക്ക് അറിയത്തില്ല, നയനയ്ക്ക് അറിയത്തുള്ളൂ അതെവിടെ ഇരിക്കുന്നതെന്ന് നയനയ്ക്ക് അറിയത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും നയനെ അതെടുത്തുകൊണ്ട് വന്ന് ആദർശിൻ്റെ കൊടുക്കൂട്ടോ. അന്നേരം ദേവേനി ഇറങ്ങി വരുന്നുണ്ട് പുറകെ. ദേവേനിയുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല. അത് എടുത്ത് വെച്ചിട്ട് ആദർശ, എന്നാൽ ഞാൻ പോവാം കേട്ടോ അമ്മയെന്ന് പറയുമ്പോൾ മുഖത്തിന് വലിയ തെളിച്ചില്ലല്ലോ. അന്നേരം അമ്മയ്ക്ക് എന്താ പറ്റിയത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്ന് പറയുമ്പോൾ, ഒരു കുഴപ്പമില്ല എന്ന് പറയും. ഏതായാലും ആദർശ് അങ്ങോട്ട് പോകും. ആദർശ് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു തോറ്റുപോയ ഭാവത്തിൽ നിൽക്കുവാണ് ദേവേനി. അന്നേരം ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് നിൽപ്പേണ്ട കനക. അന്നേരം കറക്റ്റ് അങ്ങോട്ട് ജയം വരും. നയനമോളെ എന്ന് വിളിക്കുന്നതേക്കും ദേവേനി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനല്ലേ എപ്പോഴും എല്ലാ കാര്യം അവളോട് പറയുന്നത്, എന്തെങ്കിലും ഉണ്ട് എന്നോട് പറ, ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അന്നേരം ജയം പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലാത്ത കാര്യമായതുകൊണ്ടാണല്ലോ ഞാൻ നയനമോളെ വിളിച്ചത്, ഈ ഡിസൈൻ ചെയ്ത് മോളല്ലേ എന്ന് നയനോട് ചോദിക്കും. അന്നേരം അതേ എന്ന് പറയുമ്പോൾ, എന്നാൽ ഇതിനകത്തൊന്ന് സൈൻ ചെയ്യുക എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് മേടിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഡിസൈൻ ചെയ്ത് മോളാണ്, പിന്നെ എങ്ങനെയാണ് നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നത്, പിന്നെ ഈ ഡിസൈൻ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കി തന്ന ഒരു ഡിസൈനാണ്, അതിൻ്റെ ഒരു വിഹിതം നയനമോൾക്ക് കൊടുക്കേണ്ടതാ, വേണ്ട എന്ന് പറഞ്ഞു എന്ന് ആദർശമോൻ പറഞ്ഞു, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നയനയ്ക്കും കനകയ്ക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അങ്ങനെ ലാഭം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ച് തന്നെ അവൾക്കൊരു ലാഭമല്ലേ എന്നിങ്ങനെ പറയുക. അന്നേരം ജയം പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, നയനമോൾ സമ്മതിക്കാത്തതുകൊണ്ടാണ്, നയനമോൾ ഒരു സമ്മതം മൂളിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ ചീഫ് ഡിസൈനറായിട്ട് മാറുന്നത് നയനമോളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജയനെ കൊണ്ട് പോകുന്നു. അതും ദിവ്യാനിക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല, ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അന്നേരം കറക്റ്റ് അങ്ങോട്ട് മുത്തശ്ശി വരും. അന്നേരം മുത്തശ്ശി വയ്ക്കുന്നേരം, മോളെ അനിയുടെ ആ ജാതകം എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അമ്മ എന്തിനാ അവളോട് പറയുന്നത്, ഞാൻ എടുത്തു തരാം എന്ന് പറയും. അന്നേരം നിനക്കറിയാവോ ജാതകം എവിടെ ഇരിക്കുന്നത്, നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് അത് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ സംശയിച്ച് നിൽക്കുക കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, ജാതകം എവിടെ ഇരിക്കുന്നതിന് എനിക്കറിയാം, അന്ന് ജോത്സ്യനെ കാണിച്ചതിന് ശേഷം തിരിച്ച് ഷെൽഫിൽ കൊണ്ടുവച്ച് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അതെടുക്കാനായിട്ട് നയന അങ്ങോട്ട് പോവാം കേട്ടോ. അന്നേരം ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണല്ലോ ദേവേനി. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ദേവേ ഒരു വിഷമം പോലെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അന്നേരം ഒരു പരിഹാസച്ചിരിയോടെ അടുത്ത് കനകയുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.